കഴിഞ്ഞ അതിന്റെ മുന്നത്തെ ആഴ്ച ഞാൻ ഹദീസ് പറഞ്ഞു, അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹറ, റമദാൻ മാസത്തെ നോമ്പ് നോറ്റാൽ, വ അഹ്സനത്ത് ഫർജഹ, ചാരിത്ര ശുദ്ധി കാത്ത് സൂക്ഷിച്ചാൽ, വ അത്വാഅത്ത് ബഅലഹ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, ഫൽ തദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ഷാത്ത്, ഉദ്ദേശിച്ച കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാം. ഭർത്താവിനോട് ഭാര്യക്കുള്ള കടപ്പാടിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സുജൂദ് ഇവിടെ ദുനിയാവിൽ ആർക്കെങ്കിലും ചെയ്യാനുള്ള അനുമതി ഉണ്ടെങ്കിൽ അത് ഭാര്യ ഭർത്താവിന് ചെയ്യാൻ വേണ്ടി ഞാൻ അനുവദിക്കുമായിരുന്നു എന്ന് തങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അപ്പോ അങ്ങനെയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മാത്രമല്ല, ഇങ്ങനെയും ഉണ്ട് എന്ന് മനസ്സിലാക്കും. ധാരാളം സ്ത്രീകൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ രണ്ടാളൊന്നുമല്ല, ഗൾഫിലായതിന് പൈസ അയച്ചു കൊടുക്കലേ. ഇനി അപ്പോൾ ഓലും ഇങ്ങനെ ഒരു ബാഗൊക്കെ ഇട്ടാണ്ട് പൈസയും കൊണ്ട് അങ്ങനെ പോയാണ്ട് ഓൾക്ക് വേണ്ടതൊക്കെ എടുത്ത് ചേലായി. ഇപ്പൊ നമ്മളൊന്നിപ്പോ നമ്മളെ കൊണ്ടുപോകണേ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാ സാധനത്തൊന്നും നീളാനും വെക്കൂല. അവിടെ ആ സോപ്പിയും എന്താണ് പറയാ, സൂപ്പർ മാർക്കറ്റിലേ ചിലതൊക്കെ നമ്മളൊന്ന് കടിഞ്ഞാനിടുമല്ലോ, പൈസയും കമ്മി തന്നെയല്ലേ. അപ്പൊ പറ്റണില്ല. അപ്പൊ വർത്താനൊക്കെ നേരെ മറിച്ചാ വരുന്നത്. ഞാൻ കൊണ്ടിട്ടില്ല, നിങ്ങളോട് നോക്കിക്കോളി. അല്ല ഇങ്ങനെയൊക്കെ അന്റെ തേനയും മാനയെന്നൊക്കെ വിളിച്ചിട്ട് ആള് എന്നെ ചോദിച്ചാല് ഞാൻ ഇവിടെ ഒന്നും കൊണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായാലും കോയമ്പോ വേണ്ട, കോയമ്പനോടല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നിർത്താം. ഇനി നമുക്ക് ബാക്കിയൊക്കെ ഉണ്ട് പറയാനുണ്ട്.